നമ്മൾ ഇപ്പോൾ ഉള്ളത് തൻഈം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൻഈം എന്നീ സ്ഥലത്തിന് പേര് വരാൻ കാരണം നായിം, നഈം എന്നീ രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണ് ഈ സ്ഥലം നിലനിൽക്കുന്നത്. പിൽക്കാലഘട്ടത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ആയിഷ പള്ളി എന്ന പേരിൽ സാധാരണ പറയാറുള്ള മസ്ജിദ് ആയിഷ. ആ പള്ളിയുടെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ വലിയൊരു തെറ്റായ ധാരണ പലപ്പോഴും നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ഹാജിമാർക്കും ഉംറക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ പല ആളുകളും ഹറമിൽ വന്നതിന് ശേഷം പിന്നീട് ഉംറ ചെയ്യാൻ വേണ്ടി മീക്കാത്ത് എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ അഥവാ യാത്രക്കാരായി വന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നെ 5, 6, 7 ഉംറക്ക് പലപ്പോഴും ആ ഉംറന്റെ എണ്ണം പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ ഓരോ ട്രാവൽസുകാർ ഈ അവരുടെ ക്രെഡിറ്റും അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിന്റെ പവറും അതുപോലെ തന്നെ അതിന്റെ സൗകര്യമൊക്കെ കാണിക്കുക ഉംറന്റെ എണ്ണം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ സാധാരണ അവർ വരാറുള്ള ഒരു ഭാഗമാണിത്. പിന്നെ അതുപോലെ തന്നെ പറയാറുള്ളത് ആയിഷ ബീബി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഹ്റാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വന്ന് ചെയ്തുകൂടെ എന്നാണ് സാധാരണ ചോദിക്കുക. പക്ഷേ അതിലും ആ ചരിത്രം സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജ് അഥവാ ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വിദാ എന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ആയിഷ ബീബി വരുന്നത്. ആയിഷ ബീബി മദീനത്ത് നിന്ന് വന്ന് അഥവാ ദുൽഹുലൈഫ എന്ന് പറയുന്ന മദീനക്കാരുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം സ്വീകരിച്ച് വരുന്ന വഴിക്ക് വാദി സെരിഫ് എന്നൊരു പ്രദേശത്തെത്തിയപ്പോഴാണ് ആയിഷ ബീബി മെൻസസ്കാരിയാവുന്നത്, ആർത്തവ ഹൈലാവുന്നത്. അങ്ങനെ ആയിഷ ബീബിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഈ തവാഫിൽ നിന്ന് എന്ത് ചെയ്യാം, മാറി നിൽക്കുക, ബാക്കി ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യാം. റസൂലുള്ളാഹി വിഷയം പറഞ്ഞു. അവസാനം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ആയിഷ ബീബി കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നിട്ട്, റസൂലെ നിങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, 2 പുണ്യം കൊണ്ടാ പോണത്, അഥവാ നിങ്ങൾ ഉംറയും ഹജ്ജും കൊണ്ടാ പോണത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ഹജ്ജ് മാത്രമേ ഉള്ളൂ, എനിക്ക് കഅബ തവാഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കരയാണ്. അത് കരയുന്നത് മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മൾ മറ്റേ മസ്ജിദ് ജിന്ന് കഴിഞ്ഞാൽ നേരെ അത് കഴിഞ്ഞാൽ മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആയിഷ ബീവിയുടെ ഈ സംഭവം നടക്കുന്നത്. അപ്പോഴാണ് റസൂൽ ആയിഷ ബീവിന്റെ അടുക്ക് വന്നിട്ട് ആയിഷ ബീവിയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, നിയോഗിക്കുകയാണ്. ആയിഷ ബീവിയുടെ കൂടെ ഇവിടേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. അഥവാ ഹറമിന്റെ ഏറ്റവും അടുത്ത പരിധിയായ ഈ ഭാഗത്തേക്ക് തൻഈമിലേക്ക് വന്ന് ഇവിടുന്ന് ഇഹ്റാം പ്രവേശിക്കാൻ വേണ്ടി ആയിഷ ബീവിയോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവിയുടെ കൂടെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആയിഷ ബീവി മാത്രമേ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് എല്ലാവർക്കും ഇഹ്റാം ചെയ്യാമായിരുന്നുവെങ്കിൽ ആരും ചെയ്യണമായിരുന്നു ഇഹ്റാം? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്യാനായിരുന്നു. കാരണം അവർ വർഷങ്ങളോളം മക്കയിൽ കാത്തിരുന്നു, ഒന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ഉംറ ചെയ്യാൻ വേണ്ടി, മക്കയിലേക്ക് വരാൻ വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം ഉണ്ടാവും പിന്നെ ഉംറ ചെയ്യാൻ. പക്ഷേ അങ്ങനെ ഒരു മാതൃക റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ വരെ വന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല, ഇഹ്റാം ചെയ്തില്ല. ആയിഷ ബീവി മാത്രം ഇഹ്റാം ചെയ്തത്. ആയിഷ ബീവിന്റെ പിന്നാലെയാണ് പിന്നെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചെന്നിട്ടാണ് എല്ലാം പിന്നെ ചെയ്ത് പിന്നെ തിരിച്ച് അതേ ഭാഗത്തേക്ക് ചെല്ലാണ്. മാത്രമല്ല റസൂലുണ്ട് ഇവിടുന്ന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരം. അവിടെ റസൂലുണ്ട്, ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തൊക്കെ അവിടെ ഉണ്ട്. അവർക്കും ആഗ്രഹമുണ്ട് അല്ലെ, ഉംറ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരാ, അവർക്കും വേണമെങ്കിൽ ഇവിടെ വരെയിരുന്നു, ഇവിടുന്ന് ഇഹ്റാം ചെയ്യായിരുന്നു, പിന്നെയും പോയി ഉംറ ചെയ്തിരുന്നു. പക്ഷെ അവരാരും അത് ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആർത്തവകാരിയായ ഹൈലുള്ള ഒരു സ്ത്രീക്ക് അവരിപ്പോ മീക്കാത്ത മുറിച്ച് കടന്ന് അവര് ഹറമിലെത്തി, ആ സമയത്താണ് അവർക്ക് ഹൈൽ ഉണ്ടായത് എങ്കിൽ, അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഹൈലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ മീക്കാത്തിലേക്ക് പോകേണ്ടതില്ല ഇഹ്റാം ചെയ്യാൻ, ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്ന യഥാർത്ഥത്തിൽ ഇസ്ലാം ആർത്തവകാരികളായ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ ഒരു ഇളവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം. അപ്പൊ ആയിഷ പള്ളി എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതാണ് എന്നർത്ഥം.